ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മറിയൻ ഡിസൈൻസ്. ഇത് ഞാൻ ഈ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഫ്രോക്ക് ഞാൻ കട്ട് ചെയ്യുന്ന വീഡിയോ പാർട്ട് 1 ആയിട്ട് കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കട്ടിങ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആദ്യം അത് പോയി ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ 8 ഉടുപ്പ് ചെയ്തത് ഒരുമിച്ചിട്ട് കട്ട് ചെയ്യുന്ന വീഡിയോ വിശദമായിട്ട് തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഉടുപ്പിൻ്റെ മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേസ്റ്റിൻ്റെ അവിടെ ഒരു ബോ ഉണ്ട്, പിന്നെ ഒരു ബാൻഡ് വെച്ചിട്ടുണ്ട്, യോക്ക് പോർഷൻ വെൽവെറ്റാണ്, പിന്നെ നെക്കിൽ ഒരു പീറ്റർ പാൻ കോളറുണ്ട്, സ്ലീവ് പഫ് സ്ലീവാണ്, സ്കർട്ട് പോർഷൻ അംബ്രല്ല കട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ നെക്കിലേക്ക് വെക്കുന്ന പീറ്റർ പാൻ കോളർ എടുത്തിട്ട് 2 പീസ് വീതമാണ് നമ്മൾ എടുത്തേക്കുന്നത്. 2 പീസിലേക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ 2 പീസിന് അതുപോലെ തന്നെ ഒരു 2 പീസോടെ എടുത്ത് ലൈനിങ് ആക്കി എടുത്തിട്ട് ഇതുപോലെ അടിച്ച് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കർവായിട്ടുള്ള പൊസിഷൻ കർവായിട്ട് തന്നെ വളച്ച് തയ്ച്ചെടുക്കണം. നമ്മൾ കുത്തി നിർത്തി വേണം ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ്, ഒരുപാട് തയ്യൽ തുമ്പ് പാടില്ല, കുറച്ച് തയ്യൽ തുമ്പ് മാത്രം ഇട്ടിട്ട് വേണം ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അപ്പോൾ അങ്ങനെ തയ്ച്ചെടുത്തതിന് ശേഷം നമുക്ക് മൊത്തം കർവ് വരുന്ന പൊസിഷനാണല്ലോ, അപ്പോൾ എല്ലാ പൊസിഷനിൽ കൂടെ ഇതുപോലെ കട്ടിട്ട് കൊടുക്കുക. കട്ടിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് മറിച്ചെടുത്തിട്ട് നമുക്കിതൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ പതിച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കർവ് വരുന്ന പൊസിഷനായതുകൊണ്ട് കർവ് വരുന്നിടത്തൊക്കെ മെറ്റീരിയൽ ഉള്ളിലേക്ക് കയറി ഇരിപ്പുണ്ടാവും. അപ്പോൾ അത് നമുക്ക് പുറത്തേക്ക് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മുട്ട് സൂചി എടുത്തിട്ട് ഇതുപോലെ ഉള്ളിൽ നിന്ന് മെറ്റീരിയൽ പുറത്തേക്ക് വലിച്ചു കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. എന്നാലാണ് നമുക്ക് കറക്റ്റ് അതിൻ്റെ ഷേപ്പ് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ ഷേപ്പ് മാറിപ്പോകും. അപ്പോൾ അതുപോലെ തന്നെ കർവായിട്ട് തന്നെ വളച്ച് നമുക്ക് പുറത്തേക്ക് മെറ്റീരിയൽ വലിച്ചു കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ 2 പീസും അതുപോലെ പതിച്ച് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെൽവെറ്റിൻ്റെ നല്ല പീസിലേക്ക് വെച്ച് കൊടുത്തിട്ട് നെക്കിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ കറക്റ്റ് അളവിലാണ് നെക്കൊക്കെ കട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ കട്ടിങ് വീഡിയോ പോയി കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടൊന്ന് ആദ്യമേ 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് സ്റ്റിച്ച് ചെയ്ത് വെക്കുക. പിന്നീട് നമ്മൾ അതിന് ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കോട്ടൺ ലൈനിങ് ആണ്. അത് വെച്ചിട്ട് ഈ നെക്ക് തയ്ച്ച് മറിച്ച് ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. സാധാരണ നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ നെക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് തയ്ച്ചെടുത്തതിന് ശേഷം കർവ് വരുന്ന പൊസിഷനെല്ലാം കട്ടിട്ട് കൊടുക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതിന് ശേഷം അത് ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കോളർ പുറത്തേക്ക് ഇരിക്കാൻ പാകത്തിന് കോളറിൻ്റെ പുറമേക്ക് നന്നായിട്ട് ഇതുപോലെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നെക്കിൻ്റെ സ്റ്റിച്ചിങ് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിൽ ഈ കോളർ വരുന്നില്ല, അപ്പോൾ ബാക്കിൽ നല്ല പീസിലേക്ക് ലൈനിങ് വെച്ച് കൊടുത്ത് നെക്ക് തയ്ച്ച് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സെൻറ്റർ പോർഷൻ നമ്മൾ കട്ടിട്ട് കൊടുത്തോടത്തിൽ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കൺസീൽഡ് സിബാണ് വെച്ച് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതൊക്കെ എല്ലാ വീഡിയോയിലും തന്നെ ഞാൻ ഉൾപ്പെടുത്താറുള്ളത് കൊണ്ട് അതിവിടെ ഞാൻ സ്റ്റിച്ചിങ് കാണിച്ചിട്ടില്ല. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യണം. അപ്പോൾ അതിൻ്റെ തയ്യൽ തുമ്പ് ഒളിച്ച് വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ബാക്ക് പീസ് നമ്മുടെ മെഷീൻ്റെ പുറത്തേക്ക് വെച്ചിട്ട് ബാക്ക് പീസിൻ്റെ ലൈനിങ് മറിച്ചെടുക്കുക. അതിന് ശേഷം ബാക്ക് പീസിൻ്റെ നല്ല വശത്തേക്ക് ഫ്രണ്ട് പീസ് ഫുള്ളായിട്ട് വെച്ച് കൊടുത്തിട്ട് ഇനി ആ ലൈനിങ് വെച്ച് ഇതുപോലെ പൊതിഞ്ഞ് എടുക്കുക. അപ്പോൾ നമ്മൾ കഴുത്തിൻ്റെ ഭാഗത്ത് നമ്മുടെ തയ്യൽ തുമ്പ് പുറത്തേക്ക് കാണില്ല. അങ്ങനെയാണ് തയ്യൽ തുമ്പ് ഒളിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ ആ നെക്ക് സ്റ്റാർട്ട് ചെയ്യുന്നിടത്തിൽ നന്നായിട്ട് കെട്ടിട്ട് തയ്ച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്ലീവ് പഫ് സ്ലീവാണ്. അതുപോലെ കൈയുടെ അറ്റത്ത് ഇലാസ്റ്റിക് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ ഇതിൻ്റെ അടിഭാഗം നമുക്ക് ചെറുതായിട്ട് ഉരുട്ടി മടക്കിയടിച്ച് കൊടുക്കണം. വളരെ ചെറിയ രീതിയിൽ തന്നെ മടക്കിയടിച്ച് കൊടുക്കണം. ഒരു 1/4 ഇഞ്ച് ഇട്ട് മടക്കിയാൽ മതി, അതാണ് അതിൻ്റെ ഭംഗി. അതിനുശേഷം നമ്മുടെ കൈയുടെ അളവ് എത്രയാണോ അതിനനുസരിച്ചുള്ള അളവിൽ ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കുക. 1/4 ഇഞ്ച് വീതിയുള്ള ഇലാസ്റ്റിക്കാണ്. അത് ഇതുപോലെ വലിച്ചു കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. ഒരു 1.5 ഇഞ്ച് അല്ല 1 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തെടുത്തിട്ട് അത് സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ വലിച്ചു കൊടുത്ത് സ്റ്റിച്ച് ചെയ്യുക. അതൊരു അരികടെ ആദ്യം സ്റ്റിച്ച് ചെയ്യണം. രണ്ടാമത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പം നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് നല്ല ഡബിൾ സ്റ്റിച്ചായിട്ട് ഇതുപോലെ കിട്ടും. അപ്പോൾ 2 സ്റ്റിച്ചോടെ അടുത്തടുത്ത് ഇതുപോലെ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും സ്ലീവിന് അറ്റം കാണാൻ. അപ്പോൾ അതുപോലെ 2 സ്ലീവിലും ഇലാസ്റ്റിക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക.
ഇനി നമുക്കിത് പഫായിട്ടാണല്ലോ, അപ്പോൾ സെൻറ്റർ പോർഷനിൽ കുറച്ച് ഭാഗത്ത് പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. നമുക്ക് ഏകദേശം ആം ഹോളിൻ്റെ അളവ് അറിയാമല്ലോ, അപ്പോൾ അതനുസരിച്ച് പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം സെൻറ്ററിൽ നിന്ന് സ്റ്റിച്ചാക്കി കൊടുക്കുക. ഇനി സെൻറ്ററിൽ നിന്ന് സ്റ്റിച്ചാക്കി കൊടുക്കുമ്പോൾ നമുക്ക് പ്ലീറ്റ് എക്സ്ട്രാ ഉണ്ടെങ്കിൽ ഒരെണ്ണം ഇട്ട് കൊടുക്കാം, ഇനി കുറവാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം വിടിയിച്ചെടുക്കുക. അങ്ങനെ അത് അഡ്ജസ്റ്റ് ചെയ്ത് രണ്ട് സൈഡിലേക്കും സ്ലീവിൻ്റെ സെൻറ്റർ പോർഷനിൽ ഈക്വലായിട്ട് നമുക്ക് പ്ലീറ്റ് കിട്ടാൻ പാകത്തിന് ഇതുപോലെ നന്നായിട്ട് പ്ലീറ്റ് ഇട്ട് എടുക്കുക. രണ്ട് സ്ലീവിലും ഇതുപോലെ പഫ് ഇട്ട് കൊടുത്ത് സ്ലീവ് അറ്റാച്ച് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ ഇതിന് ബോഡിക്ക് വേണ്ടിയിട്ട് വള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ആ വള്ളിയും തയ്ച്ച് മറിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ വള്ളിയൊക്കെ തയ്ച്ച് മറിച്ചെടുക്കുക എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ മറിച്ചെടുത്ത് കോണായിട്ട് അതിൻ്റെ എഡ്ജ് എടുക്കുക. അതുപോലെ ബോ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മുടെ ഫ്രണ്ടിൽ വെക്കാനൊരു ബോ വേണമല്ലോ, അതിൻ്റെ രണ്ടരികും മടക്കി ഇടിച്ചിട്ട് ഇതുപോലെ തയ്ച്ച് മറിച്ചെടുക്കുക. ഇനി നമുക്കിത് ഇതുപോലെ ചെറുതായിട്ട് ഇതുപോലെ പ്ലീറ്റ് ഇട്ട് കൊടുത്ത് തുന്നി കൊടുക്കുക. അത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാം കേട്ടോ. തുന്നിയിട്ട് നമുക്കൊരു ചെറിയ പീസ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതെല്ലാം കട്ടിങ് വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട്. ആ ചെറിയ പീസ് തയ്ച്ച് മറിച്ചെടുക്കുക, ഉള്ളിലേക്ക് തയ്ച്ച് കൊടുത്ത് മറിച്ചെടുക്കുക. എന്നിട്ട് അത് നമ്മുടെ ഈ ബോർഡ് സെൻറ്റർ പീസിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ സെൻറ്റർ പീസിൽ വെച്ച് കൊടുത്ത് ഭംഗിയാക്കി എടുക്കാവുന്നതാണ്. അതുപോലെ നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്ത് കാണിക്കാം. പിന്നെ ഒരു ബാൻഡ് നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു 3 ഇഞ്ച് വീതിയിൽ, അത് നമ്മുടെ ബോഡി പാർട്ടിൻ്റെ ഫ്രണ്ടിലാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ സ്ലീവ് രണ്ടും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്രണ്ട് ബോഡിയിലേക്ക് ഈ 3 ഇഞ്ച് വീതിയുള്ള ബാൻഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് രണ്ടായിട്ട് ആദ്യമേ മടക്കി അടിച്ച് ഒന്ന് സ്റ്റിച്ചാക്കി കൊടുക്കുക, നമുക്ക് തയ്ക്കുന്ന സമയത്ത് മാറിപ്പോകാതിരിക്കാൻ. അതിന് ശേഷം അത് നമ്മുടെ ഫ്രണ്ടിൻ്റെ ബോഡി പാർട്ടിൻ്റെ താഴെ ഭാഗത്ത് മടക്ക് ഭാഗം മുകളിലേക്ക് വരാൻ പാകത്തിന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമുക്ക് ബോ വയ്ക്കുന്ന സമയത്ത് ഒന്ന് തുന്നി കൊടുക്കണം. ആ ബോ വയ്ക്കുന്ന പൊസിഷൻ തുന്നി കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ സ്ലീവ് രണ്ടും പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ടിൽ ബാൻഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്കേർട്ട് പോർഷനാണ് പിടിപ്പിക്കാനുള്ളത്. അപ്പം സ്കേർട്ട് പോർഷനിൽ ലൈനിങ് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് കട്ട് ചെയ്തത്, അത് പ്ലീറ്റ് ഇട്ടെടുക്കുക. അപ്പോൾ അമ്പർല കട്ടിങ് ആണ് ഫ്രണ്ട് പോർഷൻ. അപ്പോൾ അതിൻ്റെ നല്ല പീസിലേക്ക് പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം സെൻറ്റർ നോക്കി ബോഡി പാർട്ടിൻ്റെ സെൻറ്റർ നോക്കി രണ്ട് സൈഡിലേക്കും സ്റ്റിച്ചാക്കി കൊടുക്കുക. അപ്പം നമ്മുടെ സ്കേർട്ട് പോർഷൻ്റെ അളവിലേക്ക് ലൈനിങ് പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. ബാക്ക് പീസിൻ്റെ ബോഡിയിൽ നമ്മൾ തയ്ച്ചെടുത്ത വള്ളി അറ്റാച്ചാക്കി കൊടുക്കുക. പിന്നെ നമുക്ക് സൈഡ് ജോയിൻ ചെയ്ത് എടുക്കാം. സൈഡ് ജോയിൻ ചെയ്ത് ലൈനിങ്ങിൻ്റെ അടിഭാഗം ചെറുതായിട്ട് മടക്കി അടിച്ചെടുക്കുക. ഇവിടെ അമ്പർല ആയതുകൊണ്ട് ഞാൻ ഫാഷൻ മേക്കറിൽ ഇതുപോലെ റോൾ ചെയ്തെടുത്തേക്കുവാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ ബോയാണ് തുന്നി കൊടുക്കാനുള്ളത്, അത് നമ്മൾ ഫ്രണ്ടിലാണ് കൊടുക്കുന്നത്. അതിനുള്ള വള്ളി നമ്മൾ അടിച്ച് മറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതുപോലെ പ്ലീറ്റ് കൊടുത്ത് നമുക്ക് നൂലും സൂചിയൊക്കെ വെച്ച് തുന്നി കൊടുക്കുക. അതിന് ശേഷം ഈ പീസ് വെച്ച് കൊടുത്ത് തുന്നിയെടുക്കണം. അപ്പോൾ നമുക്ക് ഇത് തുന്നി നമ്മുടെ ബോയാക്കി എടുത്തിട്ട് ആ പീസ് ഇങ്ങനെ വെച്ച് കൊടുത്ത് തുന്നി കൊടുത്തിട്ട് എക്സ്ട്രാ നീളം വരുന്നത് ഇതുപോലെ കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്കത് ഫ്രണ്ടിൽ ബോഡി പാർട്ടിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഒന്നെങ്കിൽ സെൻറ്ററിൽ കൊടുക്കാം, നമുക്കിവിടെ സൈഡിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സൈഡിൽ കൊടുക്കുന്ന സമയത്ത് ആ ബാൻഡ് മുകളിലേക്ക് വെച്ച് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് തുന്നി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫ്രോക്സ് എല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഉടുപ്പ് സ്റ്റിച്ചാക്കി കൊടുക്കാൻ നല്ലൊരു മോഡലാണ്. അപ്പോൾ ഇതുപോലെ പഫ് സ്ലീവൊക്കെ വന്ന് കുട്ടികൾക്ക് ഇട്ട് കൊടുത്താൽ നല്ല ഭംഗിയായിട്ടിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ ഹെയർ ബാൻഡിൻ്റെ വീഡിയോ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല, അപ്പോൾ നമുക്കത് പാർട്ട് 3 ആയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുട്ടികൾ വെയർ ചെയ്താൽ നമുക്ക് മിക്കി മൗസിൻ്റെ കോസ്റ്റ്യൂം എന്നുള്ള രീതിയിലല്ലാണ്ട് നമുക്ക് പിള്ളേർക്ക് ഉടുപ്പായിട്ട് തയ്ച്ചു കൊടുത്താലും കുട്ടികൾ ഇട്ട് കൊടുത്ത് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ നമുക്ക് ഹെയർ ബാൻഡിൻ്റെ വീഡിയോ പാർട്ട് 3 ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പാർട്ട് 3 ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.